ഹലോ സ്റ്റുഡൻസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് കോമ്പോസിറ്റ് റെൻറ്റ്, അൺറിയലൈസ്ഡ് റെൻറ്റ് എന്നുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹൗസിംഗ് ലോൺ, ഹൗസ് പ്രോപ്പർട്ടിയിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഡിഡക്ഷനായിട്ട് നമുക്ക് അലൗ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോണ് നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം. അതേപോലെ തന്നെ പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതിൽ ഫസ്റ്റ് ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ആണ് നമ്മൾ സാധാരണ എന്തായിട്ട് കൊടുക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഫോർ ഹൗസിംഗ് ലോണാണ് സെക്കൻഡായിട്ട് നമ്മൾ 24B അനുസരിച്ച് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റ് ഫോർ ഹൗസിംഗ് ലോണിൽ ഇൻട്രസ്റ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റീപെയ്ഡ് ഓൺ എ ഹോം ലോൺ ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 categories, ദാറ്റ് ഇസ് ഇൻട്രസ്റ്റ് പെർട്ടൈനിങ് ടു ദ പ്രീ കൺസ്ട്രക്ഷൻ ആൻഡ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ് പെർട്ടൈനിങ് ടു ദ പ്രീ കൺസ്ട്രക്ഷൻ എന്നും പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്നും രണ്ടായിട്ടാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോണിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ്റെ ലോൺ എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും പോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഇൻട്രസ്റ്റ് ലോൺ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് പോർഷൻ പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ പീരീഡ് ഇസ് നോൺ ആസ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അതായത് വീട് നിർമ്മിക്കുന്ന പീരീഡിലുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്നുള്ളത്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോയിങ് ആൻഡ് എൻഡ് the last day of preceding financial year in which construction is completed. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതലാണ്, നമുക്ക് ബാങ്ക് എന്നാണോ ലോൺ അനുവദിച്ചത് അത് മുതൽ നമ്മളുടെ വീടിൻ്റെ പണി എന്നാണോ കംപ്ലീറ്റ് ആയത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ വരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് വീട് പണി നടന്ന് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലത്തെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുക. അത് നമുക്ക് ചിലപ്പോൾ ലോൺ തരുന്നത് കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ലോണ് സാങ്ഷൻ ആയിട്ടുണ്ടാവും. ആ ലോണ് സാങ്ഷൻ ആയത് മുതൽ ചില ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെടുത്തു നിന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് കൊടുത്ത ലോണിൻ്റെ എമൗണ്ട് റീപേ ചെയ്യിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അടച്ചു തുടങ്ങുന്നുണ്ട്, അതായത് മുതലും പലിശയും സഹിതം നമ്മൾ അടച്ചു തുടങ്ങുന്നുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അടച്ച എമൗണ്ടിനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് നമ്മളെ വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അത് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അതെങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് നമ്മൾ ചെയ്യേണ്ടത് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിനെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ, അതായത് വീടിൻ്റെ പണി കംപ്ലീറ്റ് ആവാത്ത ആ സമയത്തുള്ള പീരീഡിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ കാലാവധിയുള്ള ഒരു ലോണ്, വീടിൻ്റെ ലോണ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, 10 വർഷ കാലാവധിയുള്ള ഒരു ലോണ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. ഇതിൽ ഒരു വർഷം ഞാൻ അടയ്ക്കേണ്ടത് 50,000 രൂപ പലിശ മാത്രം. ഒരു വർഷം ഞാൻ ലോണിന് ഇൻട്രസ്റ്റ് മാത്രം 50,000 രൂപ ഞാൻ അടയ്ക്കണം. അങ്ങനെ ഞാൻ എടുത്ത ആദ്യത്തെ വർഷം എൻ്റെ വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. രണ്ടാമത്തെ വർഷം മുതലാണ് വീട് പണി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീട്ടിൽ കയറി താമസം കഴിഞ്ഞിട്ട് ലോൺ അടയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ആ ആദ്യത്തെ ഒരു വർഷത്തെ എന്തെന്ന് പറയാം, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. പിന്നെ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ എനിക്ക് 9 അടവടയ്ക്കണം. 9 വർഷം പിന്നെയുണ്ട്. ഓക്കെ, 9 വർഷം പിന്നെയും കിടക്കുകയാണ്. ഒരു വർഷം മാത്രം എൻ്റെത് എന്ത് കഴിഞ്ഞു, കൺസ്ട്രക്ഷൻ്റെ മുമ്പ് തന്നെ ഞാൻ ലോൺ അടച്ചു. എത്ര രൂപ, 50,000 രൂപ ഞാൻ അടച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ എനിക്ക്, അടുത്ത ഒരു വർഷം ഇപ്പോൾ അവിടെ അടച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വർഷം തൊട്ട് ഞാൻ വീട് പണി കംപ്ലീറ്റ് ആയത് എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുക, പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പോൾ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എനിക്ക് ടാക്സ് ഡിഡക്ഷനായിട്ട് കാണിക്കുമ്പോൾ പ്രീ കൺസ്ട്രക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ 50,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു വർഷം 10,000 രൂപ എനിക്ക് എന്തായിട്ട് കാണിക്കാം,
പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഇനി ബാക്കി എനിക്ക് 9 വർഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 9 വർഷത്തിൽ 5 വർഷം എനിക്ക് എന്തെന്ന് പറഞ്ഞ് കാണിക്കാം, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഓരോ വർഷങ്ങളിലുള്ളതും കുറയ്ക്കാം. പ്ലസ് അതിൻ്റെ കൂടെ ഈ പ്രീ കൺസ്ട്രക്ഷൻ്റെ 50,000-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു വർഷം 10,000 രൂപ, അതും എനിക്ക് എന്തായിട്ട് കാണിക്കാം, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതാണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. The deduction for this interest is allowed in 5 equal installments starting from the year in which the house is purchased or construction is completed. അതായത് ആ ഇൻട്രസ്റ്റിനെ, പ്രീ കൺസ്ട്രക്ഷൻ്റെ പീരീഡിലുള്ള ഇൻട്രസ്റ്റിനെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ എന്നാണോ കംപ്ലീറ്റ് ആവുന്നത് അത് വരെ ഉള്ളത് എന്തായിട്ട് കണക്കാക്കും, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഡിഡക്ഷൻ ഓൺ ഹോം ലോൺ ഇൻട്രസ്റ്റ് കനോട്ട് ബി ക്ലെയിംഡ് വെൻ ദ ഹൗസ് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ. വീട് കൺസ്ട്രക്ഷൻ്റെ പീരീഡിലാണെങ്കിൽ എന്തില്ല, ഈ ഡിഡക്ഷൻ ഫ്രം ഹോം ലോൺ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. ദിസ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഇസ് ഫിനിഷ്ഡ്. എപ്പോൾ മാത്രമേ ഇത് കാണിക്കാൻ പാടുള്ളൂ, ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞാൽ അസസി ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പാടുള്ളത് എപ്പോൾ മാത്രമാണ്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എനിക്ക് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ഹൗവർ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അലൗഡ് ഇൻ കേസ് ഓഫ് ലോൺ ഫോർ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ. അതായത് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് അലൗഡ് അല്ല ഇൻ ദ കേസ് ഓഫ് ലോണ് യൂസ്ഡ് ഫോർ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ. ആ വീട് റിപ്പയറിനും റീകൺസ്ട്രക്ഷനും വേണ്ടിയിട്ട്, പുതുക്കി പണിയാനും റിപ്പയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ ലോൺ എടുക്കും. അതിനുള്ളതൊരിക്കലും പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് അലൗഡ് അല്ല. നേരെ മറിച്ച് പുതിയ വീട് വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്തിലുള്ളൂ, അലവബിൾ ആയിട്ടുള്ള ഡിഡക്ഷനായിട്ട് കാണുന്നുള്ളൂ. ഇനി അപ്പം നമ്മളിപ്പോൾ പ്രീ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് മീൻസ് ദ പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് അൺടിൽ ദ ലോൺ ഇസ് റീപെയ്ഡ്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഇയറിൻ്റെ ബിഗിനിങ് മുതൽ എന്നാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിന് ശേഷം, അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി ലോണ് റീപേ ചെയ്ത് കഴിയുന്ന ആ കാലം വരെ. ഇപ്പം ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ, നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, 10 വർഷത്തേക്കുള്ള ലോണാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞില്ലേ. അതിൽ ആദ്യത്തെ വർഷം ഞാൻ എന്ത് ചെയ്തു, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡായിട്ട് പോയി. അപ്പം നെക്സ്റ്റ് വരുന്ന 9 വർഷത്തെ ഞാൻ എന്താ പറയുക, പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്നാ പറയുക. അപ്പോൾ ഈ പ്രീ കൺസ്ട്രക്ഷനിൽ ഞാൻ അടച്ചതിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗവും പിന്നീടുള്ള 9 വർഷത്തെ ലോണും ഞാൻ അടച്ചു തീർക്കണം. അപ്പം അൺടിൽ ദ ലോൺ ഇസ് റീപെയ്ഡ്. അപ്പം ലോൺ റീപേ ചെയ്യേണ്ട കാലം എന്ന് പറയുന്നത് എന്നാണ്, കംപ്ലീറ്റ് ആവുന്ന, അതായത് ലോണിൻ്റെ റീപേയ്മെൻറ്റ് കഴിയുന്ന കാലമാണ് പീരീഡ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാണോ ലോണ് അടച്ചു തീർക്കുന്നത് അതിനെയാണ് നമ്മൾ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആസ് ഫാർ ആസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഫോർ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഈസ് കൺസേൺഡ്, ടാക്സ് ഡിഡക്ഷൻ അപ് ടു ₹2 lakh ക്യാൻ ബി ക്ലെയിംഡ് അണ്ടർ സെക്ഷൻ 24B ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടീനെ നമ്മൾ 2 ആയിട്ടാണ് പറയുന്നത്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ്, അതായത് ഞാൻ സ്വന്തം താമസിക്കുന്ന വീട്. 2 ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, വാടകയ്ക്ക് കൊടുക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി. ഇതിലെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയെ ഞാൻ സ്വന്തം താമസിക്കുന്ന വീടിന് ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ല, അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൊടുക്കാൻ പറ്റില്ല. പകരം എന്തുമാത്രം അലവബിളാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം അലവബിളാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വരെ മാത്രമേ അലവ് ചെയ്യാൻ പാടുള്ളൂ? 2 ലക്ഷം വരെ മാത്രം ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഡിഡക്ഷനായിട്ട് എനിക്ക് കാണിക്കാം ആസ് പെർ സെക്ഷൻ 24B അനുസരിച്ച്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 24B അനുസരിച്ച്
സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് 2 ലക്ഷം വരെ ലോണ് ഇൻട്രസ്റ്റ് ആയിട്ട് ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓർക്ക് നിങ്ങൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താവും കിട്ടുക? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അല്ലാതെ സ്വന്തം താമസിക്കുന്ന വീടിന് വാടക കിട്ടുമോ? ആരുടെ അടുത്ത് നിന്നാണ് കിട്ടുക? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം താമസിക്കുന്ന വീടിന് വാടക കിട്ടില്ല. അപ്പോൾ അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ല. പകരം ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം വീട് ഞാൻ ലോൺ എടുത്തിട്ട് വെച്ച വീടാണെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരും? ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് വരും എന്തായിരിക്കും? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അല്ലാതെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരില്ല. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വരെ മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ? 2 ലക്ഷം വരെ മാക്സിമം ഡിഡക്ഷനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോണ് കൊടുക്കാൻ പാടുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ദർ ഈസ് നോ അപ്പർ ലിമിറ്റ് ഫോർ ക്ലെയിമിങ് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ. അതിനൊരു മാക്സിമം ലിമിറ്റ് ഇല്ല. ഞാൻ ഒരു വർഷം 4 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 4 ലക്ഷം എനിക്ക് എന്തായിട്ട് കുറയ്ക്കാം? ഇൻട്രസ്റ്റ് ഡിഡക്ഷനായിട്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണ് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര രൂപ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നുണ്ടോ അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷനായിട്ട് കാണിക്കാം. എന്നാൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം എത്ര അലൗ ചെയ്യാൻ പാടുള്ളൂ? 2 ലക്ഷം രൂപ അലൗ ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഡിഡക്ഷൻ ക്യാൻ ഓൺലി ബി ക്ലെയിംഡ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് ഈസ് കംപ്ലീറ്റഡ്. അത് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിഡക്ഷൻ ക്യാൻ ഓൺലി ബി ക്ലെയിംഡ്, എപ്പോഴേ മാത്രമേ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ? ഫ്രം ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് ഈസ് കംപ്ലീറ്റഡ്. ഈ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് വീട് പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. അതായത് ആ ഡിഡക്ഷൻ നമുക്ക് എങ്ങനെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ? വീട് പണി കംപ്ലീറ്റ് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. ഡിഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് കോ ബോറോവേഴ്സ്, അതായത് ഒന്നിൽ കൂടുതൽ പേര് ഒരുമിച്ച് ബോറോ ചെയ്തിട്ട് വീട് പണി ചെയ്യുക. ഇഫ് ദ ഹോം ലോൺ ഇസ് ടേക്കൺ ജോയിൻറ്റ് നെയിംസ് then the deduction is allowed each co-borrowers in proportion to his share in the loan. For example, ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് ബോറോവറായിട്ടാണ് ലോൺ എടുത്ത് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പകുതി ഹസ്ബൻഡിനും പകുതി വൈഫിൻ്റെയും ലോണാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ലോണിനെയും പകുതി ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലും പകുതി വൈഫിൻ്റെ അക്കൗണ്ടിലും ഡിഡക്ഷനായിട്ട് കാണിക്കാം. ഫോർ ടേക്കിംഗ് സച്ച് ഡിഡക്ഷൻ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് such co-borrowers must also be co-owners of that property. അങ്ങനെയുള്ള co-borrowers ആണ് വരുന്നതെങ്കിൽ അവർ തന്നെ അതിൻ്റെ co-owners ആയിരിക്കണം. co-owners എന്ന് പറഞ്ഞാൽ എന്താ? വീടിന് ഒന്നിൽ കൂടുതൽ ഓണർമാരുണ്ടായിരിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ പറയുന്ന പേരാണ് co-owners എന്ന് പറയുന്നത്. അപ്പോൾ co-owners തന്നെയാണ് co-borrowers. co-borrowers എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ പേര് ലോണ് വാങ്ങിക്കുക. അവരുടെ പ്രൊപ്പോർഷൻ വ്യക്തമായിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. അതായത് അച്ഛൻ, അമ്മ, മോന്. അപ്പോൾ ആ ഒരു 3 പേരാണ് ഈക്വലായിട്ടാണ് 1/3 അവർ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 1/3 എന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, 3 ആളുടെയും കൂടി പേരിലായിരിക്കണം വീട് എന്നുള്ളത് നിർബന്ധമാണ്. If the assessee is a co-owner but is repaying the full loan himself, then he can claim deduction in full interest paid by him. പക്ഷേ co-owners ഉണ്ടായിരിക്കും. ചിലപ്പോൾ വീട് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരിലായിരിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫുൾ അടയ്ക്കുന്നത് ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിന് മാത്രം ഫുൾ ഇൻട്രസ്റ്റും ഡിഡക്ഷനായിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ നിർബന്ധം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആരടയ്ക്കുന്നു എന്നുള്ളതാണ് നിർബന്ധം. ആരാണോ അടയ്ക്കുന്നത്, ഇപ്പോൾ ഹസ്ബൻഡാണ് അടയ്ക്കുന്നതെങ്കിൽ ഹസ്ബൻഡിന് മാത്രം കാണിക്കാം, വൈഫാണ് അടയ്ക്കുന്നതെങ്കിൽ വൈഫിന് മാത്രം കാണിക്കാം. അല്ല ഹസ്ബൻഡും വൈഫും കൂടിയാണ് അടയ്ക്കുന്നതെങ്കിൽ അവർക്ക് 2 പേർക്കും എന്തായിട്ട് കാണിക്കാം? ഡിഡക്ഷനായിട്ട് കാണിക്കാം. പക്ഷേ നിർബന്ധം അങ്ങനെ 2 പേരും കൂടി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്ഷനായിട്ട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ 2 പേരുടെയും കൂടി പേരിലുള്ള പ്രോപ്പർട്ടി ആവണം നിർബന്ധമാണ്. അല്ല ഇനി 2 പേരുടെയും കൂടി ഉള്ള പ്രോപ്പർട്ടി ആയിട്ട് ഒരാൾ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അടയ്ക്കുന്നുള്ളെങ്കിൽ അയാൾക്ക് മാത്രമേ എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ? ഡിഡക്ഷനായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ഫുൾ അടച്ചു എന്നിട്ട് വൈഫ് പറയുക ഞാനും അടച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? വൈഫിന് ഡിഡക്ഷൻ ഒന്നും അലൗ ചെയ്യാൻ പാടില്ല. പകരം ആർക്ക് മാത്രം പാടുള്ളൂ? ഹസ്ബൻഡാണ് അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിന് മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷൻ കാണിക്കാൻ പാടുള്ളൂ. The limit of deduction in case of self-occupied property applies individually to each co-borrowers. In other words,
Each co-borrowers can claim deduction up to rupees 2 lakh. No limit is applicable to let out property. ഈ രണ്ട് കേസിലും ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം 2 ലക്ഷം രൂപ വരെ വരാൻ പാടുള്ളൂ, വൈഫിൻ്റെയും മാക്സിമം 2 ലക്ഷം രൂപ വരെ വരാൻ പാടുള്ളൂ. ഈച്ച് co-borrowers, ഓരോ co-borrowersനും എത്ര വരെ വരാൻ പാടുള്ളൂ? 2 ലക്ഷം വരെ വരാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും എന്തായിട്ട് കാണിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷനായിട്ട് കാണിക്കാം. Then interest on borrowed capital is allowed on accrual basis even if the books of accounts are kept on cash basis. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ അലൗ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും പ്രീപെയ്ഡ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലായിക്കോട്ടെ, പക്ഷേ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഏത് ബേസിസിലാണ്? അക്രൂഡ് ബേസിസിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഫ്രഷ് ലോൺ വിച്ച് ഇസ് ടേക്കൺ ടു റീപേ ദ ഒറിജിനൽ ലോൺ ഷാൾ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. എനിക്കിപ്പോൾ മുന്നേ വേറൊരു ലോൺ ഉണ്ട്, ആ ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു ലോൺ എടുത്താൽ ആ 2 ലോണും എനിക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ലോൺ ചിലപ്പോൾ ചെറിയ ലോണായിരിക്കും, അപ്പോൾ അതിൻ്റെ പൈസയും കൊടുക്കാം, പിന്നെ കുറച്ച് കൂടുതൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട് പണി മുഴുവനും ആക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ടാമത് വേറൊരു ലോൺ എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് ആദ്യത്തെ ലോൺ അതിൽ നിന്ന് അടച്ചിട്ടും ഉണ്ടാവും, പിന്നെ അങ്ങനെ വീട് പണി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ്, ആദ്യത്തെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് വേണമെങ്കിൽ കാണിക്കാം. Interest on new loan taken for paying outstanding interest of old loan is not deductible. നേരെ മറിച്ച് പുതിയ ലോൺ എടുത്തിട്ട് ഞാൻ പഴയതിൻ്റെ പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എന്തായിട്ട് കാണിക്കാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. എമൗണ്ട് പെയ്ഡ് ആസ് ബ്രോക്കറേജ് ഓർ കമ്മീഷൻ ഫോർ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലോൺ ഇസ് നോട്ട് ഡിഡക്റ്റബിൾ. എനിക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രോക്കറെ വെച്ചിരുന്നു, ആ ബ്രോക്കർക്ക് ഞാൻ കമ്മീഷനും ബോണസൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മുനിസിപ്പൽ ടാക്സ് ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇൻട്രസ്റ്റ് ഓൺ ലോണ് നമ്മൾ ലോൺ എടുത്തിട്ട് മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുക, അങ്ങനെ ചെയ്യുന്നതും ഒരിക്കലും എന്തല്ല? ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പാടുള്ളതല്ല. ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ കാശില്ലാതെ ഞാൻ എന്ത് ചെയ്യുക? മുനിസിപ്പാലിറ്റിയിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുക്കുക, എന്നിട്ട് അത് ഞാൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ വേണം ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, അത് കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തിനു മാത്രമേ പാടുള്ളൂ? വീട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വീട് വാങ്ങാൻ, കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബൈയിങ്ങിനോ വേണ്ടിയിട്ട് മാത്രം ലോൺ എടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ എനിക്ക് എന്തായിട്ട് കാണിക്കാം? ഡിഡക്ഷനായിട്ട് കാണിക്കാം. പറഞ്ഞ പോലെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ എത്ര വേണമെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണിക്കാം, പക്ഷേ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 ലക്ഷം രൂപ വരെ മാക്സിമം ഡിഡക്ഷനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോണ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ തിയറി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇതേ രീതിയിൽ അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളോടും കൂടിയിട്ട് നമുക്ക് ചില പ്രോബ്ലംസ് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് ഒരു പ്രോബ്ലം. ലക്കി അലി ഈസ് ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് സിൻസ് 1/4/2014 to a school for monthly rent of rupees 10,000. There was no change in rent till 31st March 2018. On 1st April 2018, as part court decision, rent was increased rupees 12,000 with retrospective effect from 1/4/2016 and duly paid by school in the same year. Legal expenditure for such a suit has been incurred by Mr. Ali 30,000. Discuss the tax treatment under section 25A. Arrear rent belonging to the period 1st April 2016 to 31st March 2018, that is for 24 months. Arrear rent receive ചെയ്യുന്നത് 24 monthsന് 2000 വെച്ചിട്ട് 24 monthന് 48,000 ആണ്. ഓക്കെ, ദെൻ ആ റെൻറ്റ് ടാക്സബിൾ ഇൻ ദ ഇയർ. ഇപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? ലക്കി അലി എന്ന് പറയുന്ന ആൾ ഓൺ ചെയ്യുന്നു ഒരു ഹൗസ് പ്രോപ്പർട്ടി 1/4/2014 മുതൽ അയാൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ.
ടു എ സ്കൂൾ ഫോർ മന്ത്ലി റെൻറ്റ് റുപ്പീസ് 10,000. 10,000 രൂപ മാസ വാടകയ്ക്കാണ് ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, പിന്നെ ഇത് താമസിക്കാൻ കൊടുത്തിരിക്കുന്നത്. ദർ വാസ് നോ ചേഞ്ച്. അതുവരെ ഒരു മാറ്റവും ഇല്ല. ഇന്ന് വരെ 31 മാർച്ച് 2018 വരെ യാതൊരു മാറ്റവും ഇല്ല. ദെൻ 1 ഏപ്രിൽ 2018 മുതൽ എന്ത് ചെയ്തു, കോർട്ട് ഡെസിഷൻ അനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്തു 2,000 രൂപ, 12,000 രൂപ. അപ്പോൾ നോക്കൂ നിങ്ങൾ, 12,000 രൂപയായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ് അതിൻ്റെ ഡിഫറൻസ് വന്നത്. അതായത് 10,000 ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന വാടക, അതിന് ശേഷം വന്ന വാടക എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ എത്ര മാറ്റം വന്നു അതിൽ? 2,000 രൂപ മാറ്റം വന്നു. 2,000 രൂപ വാടക കൂടി എന്ന് പറയാം നമുക്ക്. ഓക്കെ, അത് പിന്നെ 2018 ശേഷമാണ് കോടതി വിധി വന്നത് കേട്ടോ. 1 ഏപ്രിൽ 2018 കോടതി വിധി വന്നത്. അപ്പോൾ 2016 ഇനി നമ്മളെടുത്ത് പറയുന്നുണ്ട് retrospective effect from 1 April 2016 and duly paid by the school in the same year. എന്ത് ചെയ്തു എന്നിട്ട് ഇയാൾക്ക് സ്കൂള്, പിന്നെ ഇയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്കൂളിനാണ്. ഓക്കെ, പോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആരുടെ കയ്യിൽ നിന്നായാലും വാടക കിട്ടിയാൽ മതി. 1/4/2016 മുതലുള്ള മുൻകാല പ്രാബല്യം, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇയാൾക്ക് 2016 മുതൽ 18 വരെയുള്ള ഈ കിട്ടാത്തതും കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടാത്തത് എത്രയേ വരുള്ളൂ? അന്ന് 10,000 കിട്ടിയിട്ടുണ്ട്, ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 12,000-ൽ 2,000 രൂപ കിട്ടിയിട്ടില്ല. അപ്പോൾ 2016 മുതൽ എത്ര കാലം വരും? 2016 മുതൽ 17 വരെയും 17 മുതൽ 18 വരെയും. 18 ഏപ്രിൽ മുതൽ ഇയാൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 12,000 കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളവിടെ പറഞ്ഞത് അരിയർ റെൻറ്റ് റിസീവ്ഡ്. അരിയർ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാത്ത റെൻറ്റ്. റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലായതുകൊണ്ട് 2016 മുതൽ ഇയാൾക്ക് ഇനി എന്ത് വേണം? 12,000 രൂപ വേണം. പക്ഷേ 10,000 രൂപ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ഉണ്ടാവുള്ളൂ? 2,000 രൂപ അതിൽ എക്സസ് ആയിട്ടുള്ളത് ഉണ്ടാവും. ആ 2,000 രൂപ 24 മാസത്തിന്, 24 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? 1 ഏപ്രിൽ 2016 ടു 31 മാർച്ച് 2018 വരെ. 2016 to 17, 17 to 18, അങ്ങനെ 24 മാസം വരും. 2,000 × 24 ചെയ്ത് കഴിഞ്ഞാൽ 48,000 രൂപ അയാൾക്ക് എന്തുണ്ട്? അരിയർ റെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അരിയർ റെൻ്റ് റിസീവ്ഡ് എത്ര രൂപയാണ്? 48,000 രൂപ. നമ്മളോട് ഇവിടെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അത് മാത്രമാണ്. ഈ 25A അനുസരിച്ച് അരിയർ റെൻ്റ് എത്രയാണ് വരുന്നത് എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 25A അനുസരിച്ച് അരിയർ റെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇയാൾക്ക് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ 2016 മുതൽ 18 വരെയുള്ള കിട്ടാത്ത റെൻ്റ്, അതിനെയാണ് അരിയർ റെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. കിട്ടാത്ത റെൻ്റ് 2,000 രൂപ വെച്ച് 24 മാസത്തെ അയക്ക് എന്ത് ചെയ്യും? 2018 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ 2018 കിട്ടുന്ന 2,000 × 24 വെച്ച് 48,000 രൂപ ടാക്സബിൾ ആണ്. സോ 48,000 അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര കുറയ്ക്കാം? അതാണ് 48,000-നെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ്? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. 48,000-ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 14,400. ബാലൻസ് എമൗണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 25A. 25A അനുസരിച്ച് എന്താ ഇപ്പോൾ പറയുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 25A അനുസരിച്ച് എത്രയാണ് വരുന്നത്? 33,600. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്? അരിയർ റെൻ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്? ഒന്നും ചെയ്യാനില്ല, സാധാരണ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അരിയർ റെൻ്റ് കേട്ടോ. നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നു, ഡിഡക്ഷൻ കൊടുക്കുന്നു, ലാസ്റ്റ് എമൗണ്ടിനെ നമ്മൾ എന്ത് എന്ന് പറയുന്നു? പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.